ഞങ്ങൾ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് ഒരു കൺസെപ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ എല്ലാവരും കാണണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൊഡ്യൂസേഴ്സിലൂടെ ഞങ്ങൾ 3 പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സജീവ്, ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൊമേഴ്സ്യലി ചിലപ്പോൾ ഇത് വയബിൾ ആകുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ ആവില്ല. എന്നാലും ഒരു സതുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊടുത്തിട്ട് അതിൽ ഒരു കുറച്ച് കോംപ്ലിമെൻ്ററി ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ടിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് സിനിമ കണ്ടു. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. രക്ഷാധികാരി ബൈജുവും ഞാനതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം അതിലും ഇതുപോലെ ഇത് കിട്ടിയെങ്കിലും അതിലും വലിയ ഒരു എനിക്കൊരു ഈ സിനിമയിലൂടെ എനിക്കൊരു സന്തോഷമുണ്ടായി. അതായത് ഞാനൊരു 3-4 തിയേറ്ററുകളിൽ ഈ സിനിമ ആളുകളോടൊപ്പം ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷെ ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ തിയേറ്ററുകളിലും സിനിമ കഴിയുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു അനുഭവം ഉണ്ടായി. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഷോ നടത്തി. പൊളിറ്റിക്കൽ ഫിഗേഴ്സും അവിടുത്തെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഏരീസ് ഫ്ലെക്സിൽ. ഇതേ അനുഭവമായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് കൈ തന്നു. വെൽ ഡൺ, നല്ലൊരു